സെന്റ് തെരേസാസ് കോളേജിലെ മാത്സ് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് റൂമിന് മുന്നിലൂടെ നടക്കുമ്പോൾ ഏത് പിള്ളേരുടെയും നെഞ്ചൊന്നും ഇടിക്കും. കാരണം മറ്റൊന്നുമല്ല, അവിടെയാണ് കാർത്തിക് സാർ ഇരിക്കുന്നത്. 28 വയസ്സ്, നല്ല ഉയരം, തരം തിരിച്ച താടി, എപ്പോഴും ഗൗരവം നിറഞ്ഞ മുഖം. മാത്സ് എടുക്കാൻ പുള്ളി ക്ലാസ്സിലേക്ക് കയറിയാൽ പിന്നെ അവിടെ സൂചി വീണാൽ കേൾക്കാവുന്ന നിശബ്ദതയായിരിക്കും. എന്തൊരു മനുഷ്യനാടോ ഇത്! മനുഷ്യന്മാർക്ക് ഇത്രയും കടുപ്പത്തിൽ ജീവിക്കാൻ പറ്റുമോ? ലഞ്ച് ബ്രേക്കിന് കോളേജ് ക്യാൻറ്റീനിലെ കസേരയിലിരുന്ന് ഗീത തൻ്റെ കൂട്ടുകാരി അഞ്ജലിയോട് സങ്കടം പറയുകയായിരുന്നു. ഗീത 3rd ഇയർ മാത്സ് സ്റ്റുഡൻറ്റ്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാത്ത, എന്നാൽ കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകുന്ന ഒരു സാധാരണ നാട്ടിൻപുറത്തുകാരി പെൺകുട്ടി. പഠിക്കാൻ മിടുക്കിയാണെങ്കിലും കാർത്തിക് സാറിൻ്റെ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ അവൾക്കുള്ളിൽ ചെറിയൊരു പേടിയാണ്. നീ ഒന്ന് പതുക്കെ പറ ഗീതേ, പുള്ളി എങ്ങാനും കേട്ടാൽ ഇത്തവണത്തെ ഇന്റർണൽ മാർക്ക് തീർന്നു കിട്ടും. അഞ്ജലി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഞാൻ സത്യമല്ലേടി പറഞ്ഞത്? ഇന്നലെ ആകെ ഒരു 5 മിനിറ്റ് ലൈറ്റായതിന് ക്ലാസ്സിന് പുറത്ത് നിർത്തിയില്ലേ പുള്ളിക്കാരന് പ്രേമവും വിരഹവും ഒന്നുമില്ലയാവും. ഒരു റോബോട്ട്. ഗീത ചുണ്ടി പുലർത്തി. പക്ഷെ ഗീതക്കറിയില്ലായിരുന്നു ആ കർക്കശക്കാരനായ കാർത്തിക് സാറിൻ്റെ ഉള്ളിലും ഒരു പ്രണയമുണ്ടായിരുന്നു എന്ന്. കോളേജിലെ ഇംഗ്ലീഷ് ലെക്ചറായ മാളവികയുമായി കാർത്തിക് പ്രണയത്തിലായിരുന്നു. അത് കോളേജിൽ ആർക്കും അറിയില്ലായിരുന്നു. ഇരുവരും വീട്ടുകാരോട് സംസാരിച്ച് ഉടൻ തന്നെ വിവാഹം കഴിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ സമയത്താണ് കാർത്തിക്കിൻ്റെ ജീവിതയാകെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. ഒരു വെള്ളിയാഴ്ചയായിരുന്നു അത്. ഗീതയുടെ നാട്ടിൽ നിന്നും കാർത്തിക്കിൻ്റെ അച്ഛനൊരു ഫോൺ കോൾ വന്നു. കാർത്തിക്കിൻ്റെ അച്ഛൻ ഹരിദാസും ഗീതയുടെ അച്ഛൻ രാഘവനും പണ്ട് മുതലേ ജീവനത്തുല്യം സ്നേഹിക്കുന്ന കൂട്ടുകാരായിരുന്നു. രാഘവേട്ടന് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ സീരിയസ് ആയി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. വിവരമറിഞ്ഞ് കാർത്തിക്കും അച്ഛനും ഉടൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തി. ഐസുവിന് മുന്നിൽ കരഞ്ഞു തളർന്നിരിക്കുന്ന ഗീതയെയും അമ്മയെയുമാണ് കാർത്തിക് കണ്ടത്. കോളേജിൽ സാറിനെ എപ്പോഴും വെറുപ്പോടെ മാത്രം നോക്കിയിരുന്ന ഗീത ആകെ തകർന്ന് കാർത്തിക്കിൻ്റെ അച്ഛൻ്റെ നെഞ്ചിലേക്ക് വീണ് കരഞ്ഞു. ഡോക്ടർ പുറത്തേക്ക് വന്ന് കൈകൾ മലർത്തി. സോറി, നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. സമയം വളരെ കുറവാണ്. പുള്ളിയുടെ അവസാനത്തെ ആഗ്രഹം എന്തെങ്കിലും ഉണ്ടെങ്കിൽ. രാഘവേട്ടന് ബോധം വന്നപ്പോൾ അദ്ദേഹം ഹരിദാസിൻ്റെയും കാർത്തിക്കിൻ്റെയും കൈകൾ ചേർത്ത് പിടിച്ചു. ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഹരി, എനിക്ക് അധികം സമയമില്ല. എൻ്റെ മോൾ ഗീത, അവളെ ഓർത്ത് മാത്രമാണ് എനിക്ക് വിഷമം. അവളെ നിന്റെ മകൻ്റെ കൈകളെ ഏൽപ്പിക്കാമെന്ന് എനിക്ക് ഉറപ്പ് തരുമോ? എങ്കിൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ കണ്ണടക്കാൻ പറ്റൂ. ഹോസ്പിറ്റൽ മുറിയിൽ ആകെ ഒരു നിശബ്ദത പടർന്നു. കാർത്തിക് ആകെ തെറിച്ചുപോയി. അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് മാളവികയുടെ മുഖമായിരുന്നു. അവൻ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴേക്കും അച്ഛൻ ഹരിദാസ് കാർത്തിക്കിൻ്റെ കൈ പിടിച്ച് രാഘവേട്ടൻ്റെ കൈക്കുള്ളിലേക്ക് വെച്ചു കൊടുത്തു. രാഘവ, നീ പേടിക്കണ്ട. നമ്മുടെ ഗീത ഇനി ഈ ഹരിദാസിൻ്റെ മകളാണ്. കാർത്തിക് അവളെ പൊന്നുപോലെ നോക്കും. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്, അച്ഛൻ കണ്ണീരോടെ പറഞ്ഞു. അച്ഛൻ്റെ വാക്ക് കേട്ട് മുന്നിൽ മരണത്തോട് മല്ലടിക്കുന്ന ആ മനുഷ്യൻ്റെ മുഖത്തെ സമാധാനം കണ്ട് കാർത്തിക്കിനൊന്നും തിരുത്തി പറയാൻ കഴിഞ്ഞില്ല. ഗീതയാകട്ടെ അച്ഛൻ്റെ ജീവന് വേണ്ടി മറ്റൊന്നും ആലോചിക്കാതെ കരഞ്ഞുകൊണ്ട് തലയാട്ടി. അതുതന്നെ രാഘവേട്ടൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അച്ഛൻ്റെ മരണാന്തര ചടങ്ങുകൾ കഴിഞ്ഞ് അധികം വൈകാതെ തന്നെ അച്ഛന് കൊടുത്ത വാക്ക് പാലിക്കാൻ ഹരിദാസ് മുൻകൈയെടുത്തു. വളരെ ലളിതമായി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കാർത്തികിൻ്റെയും ഗീതയുടെയും വിവാഹം നടന്നു. തൻ്റെ പ്രാണനെ പോലെ സ്നേഹിച്ച മാളവികയോട് കാർത്തികിന് ഇതൊന്നും തുറന്നു പറയാൻ പറ്റിയിരുന്നില്ല. ഒരു അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് മാളവിക ആ സമയത്ത് ബാംഗ്ലൂരിലായിരുന്നു. പെട്ടെന്നുണ്ടായ വിവാഹം കാർത്തികിൻ്റെ ജീവിതം ഇരുട്ടിലാക്കി. കല്യാണം കഴിഞ്ഞ് കാർത്തികിൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോഴും ഗീതയുടെ മനസ്സിൽ അച്ഛനെ നഷ്ടപ്പെട്ട സങ്കടം മാത്രമായിരുന്നു. കാർത്തികാകട്ടെ അവളെ ഒന്ന് നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. രാത്രി ബെഡ്റൂമിലേക്ക് പാൽ ഗ്ലാസുമായി കയറി വന്ന ഗീതയെ കാർത്തിക് വളരെ തണുത്ത മട്ടിലാണ് സ്വീകരിച്ചത്. അവൾ ജനലരികിൽ നിൽക്കുകയായിരുന്നു. കാർത്തികിൻ്റെ അരികിലേക്ക് ചെന്നു. സാർ, ഗീത പതുക്കെ വിളിച്ചു. കോളേജിലെ ശീലം കാരണം അവൾക്ക് സാർ എന്നേ വിളിക്കാൻ കഴിഞ്ഞുള്ളൂ. കാർത്തിക് തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണുകളിൽ കടുത്ത ഗൗരവവും കുറച്ച് ദേഷ്യവുമുണ്ടായിരുന്നു. അവൾ നീട്ടിയ പാൽ ഗ്ലാസ് വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് അവൻ പറഞ്ഞു. ഗീത, നീ എന്നെ സാർ എന്ന് തന്നെ വിളിച്ചാൽ മതി. കാരണം കോളേജിൽ മാത്രമല്ല, ഈ വീട്ടിൽ ഞാൻ നിൻ്റെ ലെക്ചർ മാത്രമായിരിക്കും. ഈ വിവാഹം എൻ്റെ അച്ഛൻ നിൻ്റെ അച്ഛന് കൊടുത്ത വാക്കിൻ്റെ പുറത്ത് മാത്രം നടന്നതാണ്. ഇതിൽ എൻ്റെ മനസ്സില്ല. ഗീതയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ തല താഴ്ത്തി നിന്നു. എൻ്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടിയുണ്ട്. ഞാൻ അവളെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ട്. ആ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരാൻ എനിക്ക് കഴിയില്ല. നിനക്കെൻ്റെ വീട്ടിൽ ഒരു കുറവും ഉണ്ടാകില്ല. പഠിത്തം കഴിഞ്ഞിട്ട് നിനക്കെന്ത് തീരുമാനവും എടുക്കാം.
അതുവരെ നമ്മൾ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല. നീ ആ കട്ടിലിൽ കിടന്നു, ഞാൻ ഈ സോഫയിൽ കിടന്നോളാം. കാർത്തിക് അത്രയും പറഞ്ഞ് ലൈറ്റ് ഓഫ് ചെയ്ത് സോഫയിലേക്ക് കിടന്നു. ഇരുട്ടിലേക്ക് നോക്കി കിടക്കുമ്പോൾ ഗീതയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുക്കോടെ പെയ്തു. താൻ സ്നേഹിച്ച അച്ഛൻ നഷ്ടപ്പെട്ടു. കൂട്ടിന് കിട്ടിയ ഭർത്താവകട്ടെ തന്നെ വെറുക്കുന്നു. അവൾക്ക് ആ രാത്രി ഒട്ടും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അടുത്ത തിങ്കളാഴ്ച മുതൽ ഇരുവരും കോളേജിലേക്ക് പോകാൻ തുടങ്ങി. പക്ഷേ കാർത്തികിൻ്റെ കർശനമായ നിർദ്ദേശമുണ്ടായിരുന്നു. നമ്മുടെ കല്യാണം കഴിഞ്ഞ കാര്യം കോളേജിൽ ആരും അറിയരുത്. നീ പതിയെ പോലെ ബസ്സിൽ വന്നാൽ മതി, ഞാൻ ബൈക്കിലും വരും. ഗീത അതനുസരിച്ചു. കോളേജിലെത്തിയപ്പോൾ കൂട്ടുകാരി അഞ്ജലി ചോദിച്ചു, എന്താടി ഗീതേ, നിന്റെ മുഖം ആകെ വാടിയിരിക്കുന്നത്? അച്ഛൻ്റെ ഓർമ്മ വന്നിട്ടാണോ? അതേടി. ഗീത സത്യം ഒളിച്ചു വെച്ചു. അപ്പോഴാണ് ക്ലാസ്സിലേക്ക് കാർത്തിക് സാർ കയറി വന്നത്. ഗീത ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കി. സാർ ബോർഡിൽ പ്രോബ്ലംസ് എഴുതാൻ തുടങ്ങി. പതിയെ പോലെ കർക്കശക്കാരനായ അധ്യാപകൻ തൻ്റെ ഭാര്യയാണ് ആ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്ന ഭാവം പോലും കാർത്തികിൻ്റെ മുഖത്തില്ലായിരുന്നു. ക്ലാസ്സിനിടയിൽ കാർത്തിക് പെട്ടെന്ന് ചോദിച്ചു, ഗീത സ്റ്റാൻഡപ്പ്, ഇന്നലെ തന്ന ഹോംവർക്ക് എവിടെ? ഗീത ഞെട്ടി എഴുന്നേറ്റു. വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം അവൾക്ക് ഹോംവർക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അത് സാർ അവൾ വിക്കി. ചെയ്തിട്ടല്ലേ? വീട്ടിൽ നിനക്ക് എന്താണ് ഇത്ര വലിയ ജോലി? നാളെ വരുമ്പോൾ ഇത് 3 തവണ എഴുതിക്കൊണ്ട് വരണം, ഇല്ലെങ്കിൽ ക്ലാസ്സിൽ കയറ്റില്ല. കാർത്തിക് ദാക്ഷിണ്യമില്ലാതെ പറഞ്ഞു. ക്ലാസ്സിലെ പിള്ളേരൊക്കെ അവളെ നോക്കി ചിരിച്ചു. ഇതൊക്കെ കണ്ണു നിറഞ്ഞു വന്നു. ഈ മനുഷ്യന് ഒരല്പം പോലും ദയയില്ലേ? വീട്ടിൽ വെച്ച് ഞാൻ കരയുന്നത് കണ്ടതല്ലേ? അവൾ ഉള്ളിൽ വിചാരിച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാളവിക ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചെത്തി. കോളേജ് ക്യാൻറ്റീന് പിന്നിലെ തണൽമര ചുവട്ടിൽ വെച്ച് കാർത്തിക് മാളവികയെ കണ്ടു. മാളവിക എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയാണ്. കാർത്തിക് എന്താ ദിവസങ്ങളിൽ ഫോൺ വിളിച്ചപ്പോൾ ഒരു ഉഷാറില്ലായ്മ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാളവിക കാർത്തികിൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. മാളവികയുടെ സ്പർശനം കാർത്തികിനെ വേദനിപ്പിച്ചു. താൻ മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടി എന്ന സത്യം അവളോട് എങ്ങനെ പറയും? അവൻ കൈകൾ പതുക്കെ പിൻവലിച്ചു. മാളു, എനിക്ക് നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. കാർത്തികിൻ്റെ ശബ്ദം ഇടറി. എന്താ കാർത്തിക്, നീ എന്നെ പേടിപ്പിക്കാതെ, മാളവിക ചോദിച്ചു. പറയാൻ തുടങ്ങിയപ്പോഴേക്കും ദൂരെ നിന്നും പ്രിൻസിപ്പൽ വരുന്നത് കണ്ട് കാർത്തിക് നിർത്തി. ഞാൻ പിന്നെ പറയാം മാളു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്നും വേഗത്തിൽ നടന്നുപോയി. എന്നാൽ ഈ കാഴ്ച ദൂരെ മാറി നിന്ന് ഗീത കാണുന്നുണ്ടായിരുന്നു. കാർത്തിക് സാർ സഹിക്കുന്ന ആ പെൺകുട്ടി മാളവിക മാം ആണെന്ന് അവൾക്ക് മനസ്സിലായി. അവർ എത്ര നല്ല ജോഡിയാണ്. എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ അപ്രതീക്ഷിത വരവാണ് അവരുടെ ജീവിതം തകർത്തത്. ഗീതക്ക് കാർത്തികിനോട് ചെറിയൊരു സഹതാപം തോന്നി. അന്ന് രാത്രി വീട്ടിൽ കടുത്ത മഴയായിരുന്നു. ഇടിമിന്നലോട് പെയ്യുന്ന മഴ. ഗീതക്ക് പണ്ട് ഇടിമിന്നൽ പേടിയാണ്. അവൾ കട്ടിൽ കിടന്ന് വിറക്കുകയായിരുന്നു. പെട്ടെന്നൊരു വലിയ ഇടിയും മിന്നലും ഉണ്ടായി. കൂടെ കരണ്ടും പോയി. മുറിയിലാകെ കരിനിഴൽ പടർന്നു. പേടി സഹിക്കാൻ വയ്യാതെ ഗീത അമ്മയെന്ന് വിറച്ചുകൊണ്ട് കട്ടിൽ നിന്നും എഴുന്നേറ്റ് സോഫയിൽ കിടന്നിരുന്ന കാർത്തികിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. അവൾ അറിയാതെ കാർത്തികിൻ്റെ ഷർട്ടിൽ മുറുകെ പിടിച്ചു. കാർത്തിക് ഞെട്ടി ഉണർന്നു. ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തപ്പോൾ കണ്ടത് പേടിച്ച് കണ്ണുകൾ പൂട്ടി കരയുന്നതിൻ്റെ ഇതയാണ്. അവളുടെ ആ വിറയൽ കണ്ടപ്പോൾ കാർത്തികിൻ്റെ ഉള്ളിലെ കഠിന ഹൃദയം പതുക്കെ ഒന്നുരുകി. അവൻ അവളെ തള്ളി മാറ്റിയില്ല. പകരം അവളുടെ ചുമലിൽ പതുക്കെ കൈവച്ചു. ഗീത, പേടിക്കണ്ട, ഞാൻ ഇവിടെയുണ്ട്. വെറുമൊരു ഇടിയല്ലേ? കാർത്തികിൻ്റെ ശബ്ദത്തിൽ ആദ്യമായി ആ കർക്കശക്കാരനായ അധ്യാപകന് പകരം ഒരു കരുതലുള്ള ഭർത്താവുണ്ടായിരുന്നു. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. ആ ഫോൺ വെളിച്ചത്തിൽ കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കി. കാർത്തിക് അവളെ കട്ടിലിലേക്ക് ഇരുത്തി. അടുത്തിരുന്ന വെള്ളം എടുത്തു കൊടുത്തു. കുടിക്കൂ. അവൾ വെള്ളം കുടിച്ച് ശാന്തയായി. കാർത്തിക് പതുക്കെ പറഞ്ഞു, നീ കിടന്നു, ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഗീത കിടന്നു. കാർത്തിക് സോഫയിലേക്ക് തിരികെ പോയെങ്കിലും അവൻ്റെ മനസ്സിൽ ആദ്യമായി ഗീതയുടെ ഒരു കുറ്റബോധം തോന്നി. അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞാൻ അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത്? അവളുടെ അച്ഛൻ നഷ്ടപ്പെട്ടത് അവളുടെ കുറ്റമാണോ? കാർത്തിക് ചിന്തകളിൽ മുഴുകി. പിറ്റേന്ന് കോളേജിൽ ഒരു വലിയ അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. കോളേജ് ഡേയോടനുബന്ധിച്ച് നടക്കുന്ന മാത്സ് ക്വിസ് കോമ്പറ്റീഷൻ്റെ ചുമതല കാർത്തിക് സാറിനാണ്. ക്ലാസ്സിൽ വന്ന കാർത്തിക് പറഞ്ഞു, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസൻറ്റ് ചെയ്ത് 2 പേർ പങ്കെടുക്കണം. ഒരാൾ അർജുൻ, രണ്ടാമത്തെ ആൾ ഗീത. ഗീത ഞെട്ടി സാറിനെ നോക്കി. താൻ തോറ്റുപോയാൽ സാറിന് നാണക്കേടാവില്ലേ? അവൾ ഭയന്നു. ലഞ്ച് ബ്രേക്കിന് ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ മാളവിക മാം ഗീതയുടെ അടുത്തേക്ക് വന്നു.
ഗീത, കാർത്തിക് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ക്വിസിനുള്ള കുറച്ച് റെഫറൻസ് ബുക്കുകൾ ഞാൻ തരാൻ പറഞ്ഞു. പുള്ളിക്ക് നിന്നെ നല്ല പ്രതീക്ഷയുണ്ട്, മാളവിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മാളവികയുടെ നിഷ്കളങ്കമായ പെരുമാറ്റം കണ്ടപ്പോൾ ഗീതയുടെ ഉള്ളിൽ ഒരു നിമിഷം കുറ്റബോധം തോന്നി. മാം അറിയുന്നില്ലല്ലോ സാർ ഇപ്പോൾ മാമിൻ്റേതല്ല എന്ന്. ഗീത ബുക്കുകളുമായി വൈകിട്ട് വീട്ടിലെത്തി. ഹാളിലിരുന്ന് അവൾ പ്രോബ്ലംസ് ചെയ്യാൻ പാടുപെടുകയായിരുന്നു. അത് കണ്ടുകൊണ്ട് കാർത്തിക് അങ്ങോട്ട് വന്നു. അവനവളുടെ അരികിൽ വന്നിരുന്ന് അവളുടെ കയ്യിൽ നിന്നും പേന വാങ്ങി. ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത്, നോക്ക് എന്ന് പറഞ്ഞ് വളരെ ലളിതമായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവളുടെ തൊട്ടടുത്തിരുന്ന് അവളുടെ തലമുടിയിൽ നിന്നും വരുന്ന ആ നാടൻ എണ്ണയുടെ മണം ശ്വസിച്ചു കാർത്തിക് മാത്സ് പറഞ്ഞു കൊടുക്കുമ്പോൾ ഗീത പ്രോബ്ലംസിലല്ല കാർത്തികിൻ്റെ മുഖത്തായിരുന്നു നോക്കിയിരുന്നത്. കാർത്തിക് പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവർക്കുമിടയിൽ ഒരു നിമിഷം കണ്ണുകൾ ഉടക്കി. കാർത്തിക് പെട്ടെന്ന് എഴുന്നേറ്റ് മാറി. ബാക്കി നീ ഒറ്റയ്ക്ക് ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ മുറിയിലേക്ക് നടന്നു. പക്ഷേ രണ്ടുപേരുടെയും ഉള്ളിൽ പുതിയൊരു കാറ്റ് വീശാൻ തുടങ്ങിയിരുന്നു. കാർത്തിക്കിൻ്റെ മനസ്സിൽ മാളവികയോടുള്ള പ്രണയവും ഗീതയോട് തോന്നി തുടങ്ങിയ ഒരു പുതിയ കരുതലും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ നടക്കുകയായിരുന്നു. അന്ന് രാത്രിക്ക് ശേഷം കാർത്തികിൻ്റെ മനസ്സിൽ ഒരു സമാധാനവും ഉണ്ടായിരുന്നില്ല. ഒരു വശത്ത് താൻ പ്രാണനെ പോലെ സ്നേഹിച്ച മാളവിക, മറുവിഭാഗത്ത് അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിലേക്ക് വരികയും തൻ്റെ ചെറിയൊരു കരുതലിന് പോലും കണ്ണുകൾ നിറക്കുകയും ചെയ്യുന്ന ഗീത. രാവിലെ കോളേജിലേക്ക് ഇറങ്ങാൻ നേരത്ത് കാർത്തിക് ഗീതയോട് പറഞ്ഞു, ഗീത, ഇന്ന് ക്വിസ് കോമ്പറ്റീഷൻ ഉള്ളതാണ്. നന്നായി പ്രിപ്പയർ ചെയ്തിട്ടില്ലേ? ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേര് കളയരുത്. ഞാൻ നോക്കിയിട്ടുണ്ട് സാർ, പരമാവധി ശ്രമിക്കാം. ഗീത പതുക്കെ തലയാട്ടി. കോളേജ് ഓഡിറ്റോറിയം ആകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മിടുക്കരായ കുട്ടികളൊക്കെ സ്റ്റേജിലുണ്ട്. ക്വിസ് മാസ്റ്ററായി ഇരിക്കുന്നത് കാർത്തിക് സാറാണ്. പുള്ളിയുടെ ആ ഗൗരവമുള്ള മുഖം കണ്ട് സ്റ്റേജിലിരിക്കുന്ന കുട്ടികൾക്ക് വരെ ചെറിയൊരു പേടിയുണ്ട്. മത്സരം തുടങ്ങി. ആദ്യത്തെ കുറച്ച് റൗണ്ടുകളിൽ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ചൊന്ന് പിന്നിലായിപ്പോയി. അർജുൻ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടിയില്ല. ഗീതയാകട്ടെ ടെൻഷൻ കാരണം കൈകൾ കൂട്ടി തിരുമ്മിക്കൊണ്ടിരുന്നു. കാർത്തിക് അടുത്ത ചോദ്യം ചോദിച്ചു. ചോദ്യം കേട്ടതും ഗീതയ്ക്ക് ഉത്തരം അറിയാമായിരുന്നു. പക്ഷേ മൈക്കിലൂടെ പറയാൻ അവൾക്ക് ഭയം തോന്നി. അവൾ പതുക്കെ കാർത്തികിൻ്റെ മുഖത്തേക്ക് നോക്കി. കാർത്തികിൻ്റെ കണ്ണുകളിൽ എപ്പോഴും കാണാറുള്ള ആ ദേഷ്യമായിരുന്നില്ല അപ്പോൾ. പകരം നിനക്ക് സാധിക്കും എന്നൊരു ഉറപ്പായിരുന്നു. ആ നോട്ടം ഗീതയ്ക്ക് എവിടെ നിന്ന് വലിയൊരു ധൈര്യം നൽകി. അവൾ പെട്ടെന്ന് മേക്കടുപ്പിച്ചു കറക്റ്റ് ഉത്തരം പറഞ്ഞു. ഓഡിറ്റോറിയത്തിൽ വലിയൊരു കൈയ്യടി ഉയർന്നു. അവിടെ ഇരുന്ന മാളവിക എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നത് ഗീത കണ്ടു. മാളവികയുടെ ആ സന്തോഷം കണ്ടപ്പോൾ ഗീതയുടെ മനസ്സിൽ വീണ്ടും ഒരു കുറ്റബോധം തോന്നി. മത്സരം അവസാനിച്ചപ്പോൾ മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് 1ാം സ്ഥാനം ലഭിച്ചത്. വിജയത്തിന് ശേഷം സ്റ്റാഫ് റൂമിന് പിറകിലെ ഇടനാഴിയിലൂടെ നടക്കുകയായിരുന്ന കാർത്തിക്കിനെ മാളവിക തടഞ്ഞു നിർത്തി. അവളുടെ മുഖത്ത് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. കോൺഗ്രാസ് കാർത്തിക്, നിന്റെ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ജയിച്ചു. പ്രത്യേകിച്ച് ആ ഗീത നന്നായി കളിച്ചു അല്ലേ? മാളവിക ചോദിച്ചു. അതെ, കാർത്തിക് പതുക്കെ ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ കാർത്തിക്, എനിക്ക് സർപ്രൈസ് ഉണ്ട്. ഞാൻ ബാംഗ്ലൂരിൽ പോയത് വെറുതെ ആയിരുന്നില്ല. നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം ഞാൻ എൻ്റെ പേരൻസിനോട് സംസാരിച്ചു. അവർക്കൊട്ടും എതിർപ്പില്ല. അടുത്ത ആഴ്ച എൻ്റെ അച്ഛനും അമ്മയും നിൻ്റെ വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യാം. മാളവിക കാർത്തികിൻ്റെ കൈകൾ ചേർത്ത് വെച്ച് ആവേശത്തോടെ പറഞ്ഞു. കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ കാർത്തിക് തരിച്ചുപോയി. അവൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് പോലെ തോന്നി. മാളു, അത് വേണ്ട. കാർത്തികിൻ്റെ ശബ്ദം തൊണ്ടയിൽ കുടുങ്ങി. എന്താ കാർത്തിക്, നീ എന്തായി പറയുന്നത്? നമ്മൾ എത്ര നാളായി കാത്തിരിക്കുന്ന ദിവസമാണിത്. മാളവികയുടെ മുഖത്തെ ചിരി പതുക്കെ മാഞ്ഞു. മാളു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ എന്നോട് ക്ഷമിക്കണം. കാർത്തിക് അത്രയും പറഞ്ഞപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അവിടെ കൂടുതൽ നിന്ന് താൻ കരഞ്ഞു പോകുമെന്ന് മനസ്സിലാക്കി കാർത്തിക് മാളവികയുടെ കൈകൾ പിടിച്ച് അവിടെ നിന്നും വേഗത്തിൽ നടന്നുപോയി. മാളവിക ആകെ തകർന്നു പോയി. കാർത്തികിന് എന്ത് പറ്റിയെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാൽ ഈ സംഭാഷണം മുഴുവൻ ആരും കാണാതെ തൊട്ടടുത്തുള്ള തൂണിൻ്റെ മറവിൽ നിന്ന് ഗീത കേൾക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് നെഞ്ച് തകരുന്നത് പോലെ തോന്നി. തൻ്റെ സാറും മാളവിക മാമും തമ്മിലുള്ള പ്രണയം എത്രത്തോളം ആഴമുള്ളതാണെന്ന് അവൾക്ക് ഒരിക്കൽ കൂടി മനസ്സിലായി. അന്ന് വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ കാർത്തിക് ആകെ അസ്വസ്ഥനായിരുന്നു. അവൻ റൂമിൽ കയറി കതകടച്ചു. അമ്മ എത്ര വിളിച്ചിട്ടും സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. രാത്രി വളരെ വൈകിട്ട് കാർത്തിക് റൂം തുറക്കാത്തത് കണ്ടു ഗീത പതുക്കെ ചെന്ന് വാതിലിൽ മുട്ടി. കുറച്ചു കഴിഞ്ഞപ്പോൾ കാർത്തിക് വാതിൽ തുറന്നു. അവൻ്റെ കണ്ണുകൾ ചുവന്നിട്ടുണ്ടായിരുന്നു.
എന്താ? കാർത്തിക് കടുപ്പത്തിൽ ചോദിച്ചു. സാർ, ഞാൻ ഇന്ന് മാളവിക മാമുമായി സംസാരിക്കുന്നത് കേട്ടു. ഗീത തല താഴ്ത്തി പറഞ്ഞു. കാർത്തിക് പെട്ടെന്ന് ദേഷ്യത്തോടെ അവളെ നോക്കി. നീ എൻ്റെ കാര്യങ്ങൾ ഇടപെടാൻ വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ ഗീത? അല്ല സാർ, എന്നെ ഒന്ന് പറയാൻ അനുവദിക്കും. ഗീതയുടെ കണ്ണിൽ നിന്നും കണ്ണീർ ഒലിച്ചിറങ്ങി. എൻ്റെ അച്ഛന് കൊടുത്ത വാക്കിൻ്റെ പേരിൽ മാത്രമാണ് സാർ എന്നെ കല്യാണം കഴിച്ചത്. സാറിൻ്റെ മനസ്സിൽ മാളവികമ്മ മാത്രമാണെന്ന് എനിക്കറിയാം. എൻ്റെ കാരണം കൊണ്ട് രണ്ടുപേരുടെ ജീവിതം തകരുന്നത് എനിക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. നമുക്ക് ഈ ബന്ധം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ നാളെ തന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു പോയിക്കോളാം. സാർ മാമിനെ കല്യാണം കഴിക്കണം. ഗീതയുടെ വാക്കുകൾ കേട്ട് കാർത്തിക് ഒരു നിമിഷം സ്തംഭനായി നിന്നുപോയി. തന്നേക്കാൾ പ്രായം കുറഞ്ഞ തൻ്റെ വിദ്യാർത്ഥിയായ പെൺകുട്ടി തനിക്ക് വേണ്ടി ഇത്രയും വലിയ ത്യാഗത്തിന് തയ്യാറാവുമെന്ന് അവൻ പ്രതീക്ഷിച്ചതല്ല. അവളുടെ ആ നിഷ്കളങ്കതയും കണ്ണീരും കാർത്തിക്കിൻ്റെ ഉള്ളിൽ എന്തോ ഒരു പുതിയ വികാരമുണ്ടാക്കി. അത് വെറുമൊരു ദയായിരുന്നില്ല, മറിച്ച് അവളുടെ മേലുള്ള ഒരു അവകാശബോധമായിരുന്നു. നീ ഒന്നിനെക്കുറിച്ചും ആലോചിച്ച് കാടുകയറേണ്ട ഗീത. പോകാനുള്ള തീരുമാനമൊക്കെ നിന്റെ മനസ്സിലിരിക്കട്ടെ. ഞാൻ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളാം. നീ പോയി കിടക്കാൻ നോക്കും. കാർത്തിക് ശബ്ദം പതുക്കെയാക്കി പറഞ്ഞു. ഗീത ഒന്നും മിണ്ടാതെ കട്ടിലിലേക്ക് നടന്നു. പക്ഷേ രണ്ടുപേരുടെയും ഉള്ളിൽ വലിയൊരു കൊടുങ്കാറ്റടങ്ങാതെ കിടപ്പുണ്ടായിരുന്നു. അടുത്ത ദിവസം കോളേജിലെത്തിയപ്പോൾ അന്തരീക്ഷം ആകെ മാറിയിരുന്നു. മാളവിക മാം കോളേജിൽ വന്നിട്ടില്ലായിരുന്നു. ലീവാണെന്നാണ് അറിഞ്ഞത്. കാർത്തിക് സ്റ്റാഫ് റൂമിൽ വന്നിരുന്നെങ്കിലും വലിയ ചിന്തയിലായിരുന്നു. അതിനിടയിലാണ് തേർഡ് ഇയർ ക്ലാസ്സിലെ ഒരു പയ്യൻ രാഹുൽ ഗീതയോട് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. രാഹുലിന് പണ്ട് മുതലേ ഗീതയോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്നു. ഗീതേ, ഇന്നലെ ക്വിസിൽ തകർത്തുട്ടോ. കോൺഗ്രസ് പറയാൻ വന്നതാ. രാഹുൽ ഒരു ഡയറി മിൽക്ക് ചോക്ലേറ്റ് അവൾക്ക് നേരെ നീട്ടി. താങ്ക്സ് രാഹുൽ, പക്ഷേ ഇതൊന്നും വേണ്ട. ഗീത ചോക്ലേറ്റ് വാങ്ങാൻ സമ്മതിച്ചു. അയ്യോ വാങ്ങടി, ഫ്രണ്ട്സ് തരുന്നതല്ലേ. രാഹുൽ നിർബന്ധിപ്പിച്ച് അവളുടെ കയ്യിൽ പിടിച്ചു. ഈ സമയം ഇടനാഴിയിലൂടെ നടന്നു പോവുകയായിരുന്ന കാർത്തിക് സാർ രാഹുൽ ഗീതയുടെ കയ്യിൽ പിടിച്ചെടുക്കുന്നത് കണ്ടതും കാർത്തികിൻ്റെ ഉള്ളിൽ എവിടെ നിന്ന് വല്ലാത്തൊരു ദേഷ്യവും അസൂയയും ഇരച്ചു കയറി. തൻ്റെ ഭാര്യയുടെ കയ്യിൽ മറ്റൊരുത്തൻ പിടിക്കുകയോ? ആ ലെക്ചറുടെ കൺട്രോൾ പൂർണ്ണമായും തപ്പിപ്പോയി. രാഹുൽ, കാർത്തികിൻ്റെ സിംഹഗർജനം കേട്ട അവർ നിശ്ചലനായി. രാഹുൽ പേടിച്ച് കൈ പെട്ടെന്ന് പിൻവലിച്ചു. ഗീതയും ഭയന്നുപോയി. എന്താണ് ഇവിടെ നടക്കുന്നത്? ഇത് കോളേജാണോ അതോ വല്ല പാർക്കുമാണോ? രാഹുൽ, ഇപ്പോൾ തന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് നടക്കുക. ക്ലാസ് ടൈമിൽ പെൺകുട്ടികളുടെ കയ്യിൽ പിടിച്ചു കളിക്കാനാണോ നീ ഇവിടെ വരുന്നത്? കാർത്തിക് രൗദ്രഭാവത്തിലായിരുന്നു. അത് സാർ, ഞാൻ ചോക്ലേറ്റ്. രാഹുൽ പേടിച്ച് വിറച്ചു. ഒരക്ഷരം മിണ്ടരുത് ഗീത, നീ നിന്റെ ക്ലാസ്സിലേക്ക് പോ. കാർത്തിക് ഗീതക്ക് നേരെ തിരിഞ്ഞു. ഗീത ഓടി ക്ലാസ്സിലേക്ക് പോയി. ക്ലാസ്സിലെ പിള്ളേരൊക്കെ കാർത്തിക് സാറിന് ഇത്രയും ദേഷ്യം വരാൻ എന്താണ് കാരണം എന്ന് ആലോചിച്ച് അത്ഭുതപ്പെട്ടു. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ പുള്ളി ഇത്രയും റിയാക്ട് ചെയ്യാറില്ലായിരുന്നു. വൈകിട്ട് വീട്ടിലെത്തിയ ഉടൻ കാർത്തിക് ഗീതയെ ഹാളിലേക്ക് വിളിച്ചു. അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. നീ എന്താണ് കോളേജിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ഗീത? അവൻ നിന്റെ കയ്യിൽ പിടിച്ചിട്ട് നീ എന്താ അവനൊന്നും പറയാതിരുന്നത്? കാർത്തിക് കൈകൾ കെട്ടി ചോദിച്ചു. അത് സാർ, രാഹുൽ വെറുതെ കോൺഗ്രസ് പറയാൻ. ഗീത പതുക്കെ പറഞ്ഞു. ആര് വന്നാലും കൈ പിടിക്കാൻ കൊടുക്കുമോ? നീ മറക്കണ്ട, നീ എൻ്റെ. കാർത്തിക് പെട്ടെന്ന് ആ വാക്ക് നിർത്തി. നീ എൻ്റെ ഭാര്യയാണെന്ന് പറയാമെന്നതാണ് അവൻ എന്ന്. ഗീത അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകളിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഞാൻ സാറിൻ്റെ ആരാണ് സാർ? സാർ തന്നെയല്ലേ പറഞ്ഞത് നമ്മൾ തമ്മിലൊരു ബന്ധവുമില്ലെന്ന്? പിന്നെന്തിനാണ് സാർ ഇത്രയും ദേഷ്യപ്പെടുന്നത്? ഗീതയുടെ ആ ചോദ്യത്തിന് മുന്നിൽ കാർത്തികിൻ്റെ ഉത്തരമില്ലായിരുന്നു. അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഗീത പുറകിൽ നിന്നും പറഞ്ഞു. മാളവിക മാമിനോട് സാർ എല്ലാം തുറന്ന് പറയണം. അല്ലെങ്കിൽ അത് മാമിനോട് ചെയ്യുന്ന വലിയൊരു ചതിയായിരിക്കും. ഗീത പറഞ്ഞ് സത്യമായിരുന്നു. കാർത്തിക് അന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. മാളവികയോട് എല്ലാം തുറന്ന് പറയണം. അടുത്ത ദിവസം കാർത്തിക് മാളവികയെ ഫോൺ വിളിച്ച് കോളേജിനടുത്തുള്ള ഒരു ശാന്തമായ കഫേയിലേക്ക് വരാൻ പറഞ്ഞു. മാളവിക വന്നിരുന്നു. അവളുടെ മുഖത്ത് കഴിഞ്ഞ ദിവസത്തെ സങ്കടമുണ്ടായിരുന്നു. പറയൂ കാർത്തിക്, എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? മാളവിക ചോദിച്ചു. കാർത്തിക് കുറേ നേരം തല താഴ്ത്തിയിരുന്നു. പിന്നീട് അവൻ മാളവികയുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. മാളു, എന്നോട് ക്ഷമിക്കണം. നമുക്കിനി ഒന്നാകാൻ കഴിയില്ല. മാളവികയുടെ കണ്ണുകൾ വിടർന്നു. നീ എന്താ കാർത്തിക് പറയുന്നത്? തമാശ കളിക്കല്ലേ? തമാശയല്ല മാളു, എൻ്റെ കല്യാണം കഴിഞ്ഞു. ആ വാക്കുകൾ കഫേയിൽ ആ അന്തരീക്ഷത്തിൽ ഒരു ബോംബ് പോലെ വന്നു വീണു. മാളവികയുടെ കയ്യിലിരുന്ന കോഫി കപ്പ് മേശപ്പുറത്തേക്ക് മറിഞ്ഞു. കാർത്തിക്, നീ എന്തൊക്കെയായി പറയുന്നത്? ആരുമായിട്ട്? എപ്പോ? മാളവികയുടെ ശബ്ദം ഇടറി.
കണ്ണിൽ നിന്നും കണ്ണീർ ഒഴുക്കോടെ പെയ്തു. കാർത്തിക് ഹോസ്പിറ്റലിൽ നടന്നതും അച്ഛന് കൊടുത്ത വാക്കിനെക്കുറിച്ചും എല്ലാം മാളവികയോട് തുറന്നു പറഞ്ഞു. പക്ഷെ പെൺകുട്ടി ആരാണെന്ന് അവൻ വെളിപ്പെടുത്തിയില്ല. എനിക്ക് വേറെ വഴിയില്ലായിരുന്നു മാളു. എൻ്റെ അച്ഛൻ്റെ ജീവനായിരുന്നത്. ഞാൻ നിന്നെ ചതിച്ചതാണ്. എന്നെ നീ ശപിച്ചോളൂ. കാർത്തിക് മുഖം കൈകൾ കൊണ്ട് മറച്ചു. മാളവിക എഴുന്നേറ്റു. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിനക്ക് നിന്റെ അച്ഛൻ്റെ വാക്കാണ് വലുതായതല്ലേ കാർത്തിക്? അപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളോ? ഞാൻ നിന്നെ അത്രമാത്രം വിശ്വസിച്ചു. ഇനി നിന്റെ ഈ മുഖം എനിക്ക് കാണണ്ട. മാളവിക അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് ഓടിപ്പോയി. കാർത്തിക് അവിടെ തന്നെ തകർന്നിരുന്നു. താൻ സ്നേഹിച്ച പ്രണയം നഷ്ടപ്പെട്ടതിൻ്റെ കടുത്ത വേദന അവൻ അനുഭവിച്ചു. രാത്രി കാർത്തിക് വീട്ടിലെത്തിയത് കടുത്ത പനിയോടെയായിരുന്നു. മാനസികമായ തളർച്ച അവനെ ശാരീരികമായും ബാധിച്ചിരുന്നു. അവൻ റൂമിലേക്ക് വന്ന് നേരെ കട്ടിലിലേക്ക് കിടന്നു. ഗീത റൂമിലേക്ക് വന്നപ്പോൾ കാർത്തിക് കമ്പിളി പുതച്ച് കിടന്ന് വിറക്കുന്നത് കണ്ടു. അവൾ അരികിൽ ചെന്ന് നെറ്റിയിൽ കൈവച്ച് നോക്കി. കടുത്ത ചൂട്. അവൾ ഉടനെ തന്നെ താഴെ കൂടി പോയി ചൂടുവെള്ളം ഒരു തുണിയും എടുത്തു കൊണ്ടുവന്നു. കാർത്തിക്കിൻ്റെ നെറ്റിയിൽ നനഞ്ഞ തുണിയിട്ട് അവൾ പരിചരിക്കാൻ തുടങ്ങി. പനിയുടെ അബോധാവസ്ഥയിൽ കാർത്തിക് പിച്ചുമ്പയും പറയുന്നുണ്ടായിരുന്നു, മാളു മാളു എന്നോട് എന്നോട് ക്ഷമിക്കണം മാളു. അത് കേട്ടപ്പോൾ ഗീതയുടെ മനസ്സ് വേദനിച്ചെങ്കിലും അവൾ തൻ്റെ ഭർത്താവിനെ പരിചരിക്കുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. അവൾ രാത്രി മുഴുവൻ ഉറങ്ങാതെ അവൻ്റെ അരികിലിരുന്ന് നെറ്റിയിലെ തുണി മാറ്റിയിട്ട് കൊണ്ടിരുന്നു. അതിരാവിലെ പനി കുറഞ്ഞപ്പോൾ കാർത്തിക് പതുക്കെ കണ്ണുകൾ തുറന്നു. അവൻ കണ്ടത് തൻ്റെ കട്ടിലിനരികിൽ തലവെച്ച് ഉറങ്ങിപ്പോയ ഗീതയെയാണ്. അവളുടെ കൈകൾ ഇപ്പോഴും അവൻ്റെ കൈകളിൽ കൊടുത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു. കാർത്തിക് പതുക്കെ തൻ്റെ കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഗീത ഉണർന്നു. അവൾ പെട്ടെന്ന് അവൻ്റെ നെറ്റിയിൽ കൈവച്ച് നോക്കി. ആ, ഇപ്പോൾ പനി കുറവുണ്ട്. ഞാൻ സാറിന് കൊടുക്കാൻ കുറച്ച് കഞ്ഞിയെടുക്കാം. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങിയതും കാർത്തിക് അവളുടെ കയ്യിൽ പിടിച്ചു തടഞ്ഞു. ഗീത അത്ഭുതത്തോടെ തിരിഞ്ഞു നോക്കി. കാർത്തികിൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ മാളവികയോടുള്ള വിരഹത്തിൻ്റെ വേദനക്കും ഗീതയിലുള്ള കടുത്ത കുറ്റബോധം ഒരു പുതിയ ആർദ്രതയും ഉണ്ടായിരുന്നു. ഗീത, നീ എന്തിനാണ് എന്നെ ഇത്രമാത്രം പരിചരിക്കുന്നത്? ഞാൻ നിന്നെ എപ്പോഴും വഴക്കു പറയുകയും വെറുക്കുകയും മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ? കാർത്തിക് പതുക്കെ ചോദിച്ചു. ഗീത പതുക്കെ ചിരിച്ചു. സാർ എന്നെ വെറുത്തോളൂ. പക്ഷേ എൻ്റെ അച്ഛൻ എന്നെ ഏൽപ്പിച്ചത് സാറിൻ്റെ കൈകളിലാണ്. സാറിന് എന്തെങ്കിലും പറ്റിയാൽ എനിക്ക് നോക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. അവളുടെ വാക്കുകൾ കാർത്തിക്കിൻ്റെ ഉള്ളിലെ മഞ്ഞുപാളികളെ പൂർണ്ണമായും അലിയിച്ചു കളഞ്ഞു. മാളവിക നഷ്ടപ്പെട്ട വേദന മനസ്സിലുണ്ടെങ്കിലും തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ ഇനി സങ്കടപ്പെടുത്തില്ല എന്ന് കാർത്തിക് ഉള്ളിൽ ഉറപ്പിച്ചു. കാർത്തിക്കിൻ്റെ മനസ്സിൽ ഗീതയോടുള്ള സ്നേഹത്തിൻ്റെ ആദ്യത്തെ മുട്ടി വരികയായിരുന്നു. പക്ഷേ വിധി അവിടെയും അവരെ വെറുതെ വിട്ടില്ല. അടുത്ത ദിവസം കാർത്തിക് കോളേജിൽ എത്തിയപ്പോൾ പ്രിൻസിപ്പലിൻ്റെ റൂമിലേക്ക് ഒരു അടിയന്തര വിളി വന്നു. അവിടെ ചെന്ന കാർത്തിക് കണ്ടത് കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന മാളവിക മാമിനെയും കസേരയിലിരിക്കുന്ന പ്രിൻസിപ്പലിനെയുമാണ്. പ്രിൻസിപ്പലിൻ്റെ കയ്യിൽ കാർത്തിക്കിൻ്റെയും ഗീതയുടെയും രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം കഴിക്കുന്നതിൻ്റെ ചിത്രങ്ങളുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ കടുത്ത ശബ്ദത്തിൽ ചോദിച്ചു, കാർത്തിക്, എന്താണ് ഈ കേൾക്കുന്നത്? താൻ തൻ്റെ സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റുഡൻറ്റിനെ രഹസ്യമായി വിവാഹം കഴിച്ചു എന്നത് സത്യമാണോ? കാർത്തിക് ഞെട്ടിത്തെറിച്ചു നിന്ന് പോയി. ഈ രഹസ്യം ആരാണ് കോളേജിലെത്തിച്ചത്? മാളവികയാണോ അതോ മറ്റാരെങ്കിലുമാണോ? പ്രിൻസിപ്പലിൻ്റെ മേശപ്പുറത്തിരുന്ന് ആ ഫോട്ടോകളിലേക്ക് നോക്കി കാർത്തിക് തെറിച്ചുപോയി. രജിസ്റ്റർ ഓഫീസിൽ വെച്ച് അവൻ ഗീതയുടെ കഴുത്തിൽ താലി കെട്ടുന്നതും ഇരുവരും ഒപ്പിടുന്നതുമായ വ്യക്തമായ ചിത്രങ്ങൾ. കാർത്തികൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി. അവൻ പതുക്കെ അരികിൽ നിന്ന് മാളവികയെ നോക്കി. മാളവിക മുഖം തിരിച്ചൊരു കളഞ്ഞു. അവളുടെ കണ്ണുകളിൽ വലിയൊരു വഞ്ചനയുടെ കയ്പുണ്ടായിരുന്നു. എന്താ കാർത്തിക്, തനിക്ക് നാക്കില്ലേ? ഞാൻ ചോദിച്ചതിന് മറുപടി പറ. തന്നൊരു അധ്യാപകനാണെന്ന ബോധമുണ്ടോ? തൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയെയാണോ താൻ രഹസ്യമായി? പ്രിൻസിപ്പൽ ദേഷ്യം കൊണ്ട് മേശപ്പുറത്തടിച്ചു. സാർ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ഇത് ഞാൻ വിചാരിച്ചത് ചെയ്തതല്ല. ചില സാഹചര്യങ്ങൾ കാരണം. കാർത്തിക് ഒന്ന് തിരുത്താൻ ശ്രമിച്ചു. സാഹചര്യങ്ങളോ? ഏത് സാഹചര്യമായാലും ഒരു സ്റ്റുഡൻറ്റിനെ കല്യാണം കഴിക്കുന്നത് ഈ കോളേജിൻ്റെ ഡിസിപ്ലിന് ചേർന്നതല്ല. മാളവിക ഇവിടെ വന്ന് കംപ്ലൈൻറ്റ് തന്നിട്ടുണ്ട്. താൻ അവളെ പ്രണയിച്ച് വഞ്ചിച്ചു എന്നും ഈ കുട്ടിയെ രഹസ്യമായി വിവാഹം കഴിച്ചു എന്നും മാനേജ്മെൻറ്റ് അറിഞ്ഞാൽ തന്നെ ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യും, പ്രിൻസിപ്പൽ കടുപ്പത്തിൽ പറഞ്ഞു. ഈ സമയം പ്രിൻസിപ്പലിൻ്റെ മുറിക്ക് പുറത്ത് വലിയൊരു കൂട്ടം പിള്ളേർ തടിച്ചു കൂടിയിരുന്നു. അതിനിടയിലൂടെ ആകെ പേടിച്ചു വിറച്ച് കണ്ണൂരൊക്കെക്കൊണ്ട് ഗീത അകത്തേക്ക് കയറി വന്നു. സാർ, സാറിനോട് ഞാനൊരു കാര്യം പറയട്ടെ? ഗീത കൈകൾ കൂപ്പി പ്രിൻസിപ്പലിൻ്റെ മുന്നിൽ നിന്നു. ഗീത, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ക്ലാസ്സിലേക്ക് പോ. കാർത്തിക് അവളെ തടയാൻ നോക്കി. ഇല്ല സാർ, എനിക്ക് പറയണം. ഗീത പ്രിൻസിപ്പലിനെ നോക്കി. സാർ,
കാർത്തിക് സാർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ്റെ മരണക്കിടയ്ക്കൽ വെച്ച് എൻ്റെ ഭാവി ഓർത്ത് സങ്കടപ്പെട്ടപ്പോൾ അച്ഛന് സമാധാനത്തോടെ മരിക്കാൻ വേണ്ടിയാണ് സാറിൻ്റെ അച്ഛൻ ഈ കല്യാണം ഉറപ്പിച്ചത്. സാറിന് എന്നോട് പ്രണയമുണ്ടായിട്ടല്ല ഈ താലി കെട്ടിയത്. ഇതിൻ്റെ പേരിൽ സാറിൻ്റെ ജോലി കളയരുത് സാർ. സാർ വേണമെങ്കിൽ ഞാൻ ഈ കോളേജിൽ നിന്നും പോയിക്കോളാം. ഗീതയുടെ വാക്കുകൾ കേട്ട് മാളവികയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. കാർത്തിക് പറഞ്ഞത് കള്ളമല്ല എന്ന് അവൾക്ക് മനസ്സിലായി. പക്ഷേ തൻ്റെ പ്രണയം നഷ്ടപ്പെട്ടതിൻ്റെ ദേഷ്യം മാളവിയുടെ മനസ്സിൽ അപ്പോഴും ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ തൽക്കാലം 2 പേരെയും ക്ലാസ്സിലേക്ക് വിട്ടെങ്കിലും ആ വാർത്ത കാട്ടുതീ പോലെ കോളേജ് മുഴുവൻ പടർന്നു. ഗീത ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ കൂട്ടുകാരികൾ പോലും അവളിൽ നിന്നും ഒഴിഞ്ഞു മാറി. ബെഞ്ചിൽ തനിച്ചിരുന്ന് അവൾ ഒരുപാട് കരഞ്ഞു. അർജുനും രാഹുലും ഒക്കെ അവളെ നോക്കി പലതും പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. ലഞ്ച് ബ്രേക്കിന് ക്യാൻറ്റീനിലേക്ക് പോകാൻ ഇറങ്ങിയ ഗീതയെ രാഹുൽ വഴിയിൽ വെച്ച് തടഞ്ഞു. എന്താ ഗീതേ, നീ വലിയ ആളായി ചമഞ്ഞ് നടന്ന ദിനായിരുന്നോ? ആ കർക്കശക്കാരൻ സാറിനെ തന്നെ വളച്ചല്ലേ? ഇനിയിപ്പോൾ ക്ലാസ്സിൽ മാർക്കിനൊന്നും കുറവുണ്ടായില്ലല്ലോ. അവൻ പരിഹാസത്തോടെ ചിരിച്ചു. രാഹുൽ, വെറുതെ അനാവശ്യം പറയരുത്, ഗീത കണ്ണീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെന്താടി, നീ പറഞ്ഞത് വിശ്വസിക്കാൻ ഞങ്ങളെന്താ പൊട്ടന്മാരാണോ? രാഹുൽ അവളുടെ കൈക്ക് കയറി പിടിക്കാൻ ആഞ്ഞു. കൈയെടുക്കടാ. പുറകിൽ നിന്ന് ഒരു ഇടിമിന്നൽ പോലെയുള്ള ശബ്ദം കേട്ടു. തിരിഞ്ഞു നോക്കിയപ്പോൾ കാർത്തിക് സാറാണ്. അവൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിട്ടുണ്ടായിരുന്നു. കാർത്തിക് രാഹുലിൻ്റെ കോളറിനെ പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തി. ഇനി ഈ കോളേജിൽ വെച്ചോ പുറത്ത് വെച്ചോ നീ എൻ്റെ ഭാര്യയോട് അനാവശ്യമായി സംസാരിച്ചാൽ സാറെന്ന പദവി മറന്ന് ഞാൻ നിന്നെ കൈകാര്യം ചെയ്യും, കേട്ടോടാ. കാർത്തിക്കിൻ്റെ ആ രൗപ്രഭാവം കണ്ടു രാഹുൽ പേടിച്ച് തലയാട്ടി. ചുറ്റും നിന്ന പിള്ളേരൊക്കെ അത്ഭുതപ്പെട്ടു പോയി. ആദ്യമായാണ് കാർത്തിക് സാർ പരസ്യമായി ഗീതയെ തൻ്റെ ഭാര്യയെന്ന് അഭിസംബോധന ചെയ്യുന്നത്. ഗീതയുടെ നെഞ്ചിൽ ആ വാക്കുകൾ വലിയൊരു കുളിർമഴയായി പെയ്തിറങ്ങി. തനിക്ക് കാവലായി തൻ്റെ ഭർത്താവുണ്ടെന്ന ബോധം അവൾക്ക് വലിയൊരു ധൈര്യം നൽകി. അന്ന് വൈകിട്ട് 2 പേരും ഒരുമിച്ചാണ് ബേക്കിൽ വീട്ടിലേക്ക് വന്നത്. കോളേജിലെ നിയമങ്ങളൊക്കെ കാർത്തിക് കാറ്റിൽ പറത്തിയിരുന്നു. തൻ്റെ ഭാര്യയെ മറ്റുള്ളവരുടെ അപവാദങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറില്ലായിരുന്നു. വീട്ടിലെത്തിയ ഉടൻ കാർത്തിക്കിൻ്റെ അമ്മ 2 പേരുടെയും മുഖത്തെ വിഷമം കണ്ട് കാര്യം തിരക്കി. കാർത്തിക് അമ്മയോട് കോളേജിൽ നടന്ന കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു. അമ്മ ഗീതയുടെ അരികിലേക്ക് ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു. മോളെ, നീ ഒന്നിനും വിഷമിക്കണ്ട. നിങ്ങൾ നിയമപരമായ വിവാഹം കഴിച്ചവരാണ്. ആരുടെയും മുന്നിൽ തല താഴ്ത്തേണ്ട കാര്യം നിങ്ങൾക്കില്ല. രാത്രി ബെഡ്റൂമിൽ വെച്ച് കാർത്തിക് ജനലിലേക്ക് നിൽക്കുകയായിരുന്നു. ഗീത പതുക്കെ അവൻ്റെ അരികിലേക്ക് ചെന്നു. സാർ, ഇന്ന് എനിക്ക് വേണ്ടി. ഗീത സംസാരിച്ചു തുടങ്ങിയപ്പോൾ കാർത്തിക് തിരിഞ്ഞു നോക്കി അവളുടെ ചുണ്ടുകളിൽ വിരൽ വെച്ചു. ഗീത, നീ ഇനി എന്നെ സാർ എന്ന് വിളിക്കണ്ട. ഞാൻ നിന്റെ ഭർത്താവാണ്. കോളേജിൽ വെച്ച് ഞാൻ നിന്നെ സംരക്ഷിച്ചത് എൻ്റെ കടമയാണ്. മറ്റുള്ളവർ പറയുന്നത് കേട്ട് നീ വിഷമിക്കേണ്ട. കാർത്തികിൻ്റെ ശബ്ദത്തിൽ വലിയൊരു ആർദ്രതയുണ്ടായിരുന്നു. അവൻ അവളുടെ കൈകൾ പതുക്കെ തൻ്റെ കൈക്കുള്ളിലാക്കി. എനിക്ക് മാളവികയുടെ പ്രണയമുണ്ടായിരുന്നു എന്നത് സത്യമാണ്. ആ ഓർമ്മകൾ പെട്ടെന്ന് മായ്ച്ചു കളയാൻ എനിക്കറിയില്ലായിരിക്കും. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് താരി ചാർത്തി വന്നത് നീയല്ലേ. നിന്റെ നിഷ്കളങ്കതയും സ്നേഹവും കാണുമ്പോൾ എനിക്ക് നിന്നെ വെറുക്കാൻ കഴിയുന്നില്ല. എനിക്ക് കുറച്ച് സമയം തരൂ. എൻ്റെ മനസ്സ് പൂർണ്ണമായി ഞാൻ നിനക്ക് തരാം. കാർത്തികിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഗീതയുടെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു. കോളേജിൽ കാർത്തിക്കിൻ്റെയും ഗീതയുടെയും ബന്ധം പരസ്യമായതോടെ മാളവികയുടെ ഉള്ളിലെ ദേഷ്യം ഇരട്ടിച്ചു. തനിക്ക് കിട്ടാത്ത കാർത്തിക് മറ്റാർക്കും കിട്ടരുതെന്നൊരു വാശി അവളുടെ മനസ്സിൽ കയറിപ്പറ്റി. അവൾ നേരെ ചെന്നത് കാർത്തിക്കിനെതിരെ മാനേജ്മെൻറ്റിന് ഔദ്യോഗികമായൊരു പരാതി നൽകാനാണ്. അടുത്ത ദിവസം രാവിലെ കോളേജിലെത്തിയ കാർത്തിക്കിനെ കാത്തിരുന്നത് മാനേജ്മെൻറ്റിൻ്റെ കത്തായിരുന്നു. അച്ചടക്കലംഘനത്തിൻ്റെ പേരിൽ കാർത്തിക്കിന് അടിയന്തരമായി ലെക്ചർ പദവിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. വാർത്തയറിഞ്ഞ് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആകെ സ്പന്ദനായി. ഗീതയ്ക്കിത് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. തൻ്റെ കാരണം കൊണ്ടാണ് സാറിൻ്റെ ജോലി പോയതെന്ന് അവൾ ഉറപ്പിച്ചു. സ്റ്റാഫ് റൂമിൽ നിന്നും തൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്കിറങ്ങിയ കാർത്തിക്കിൻ്റെ മുന്നിലേക്ക് മാളവിക വന്നു നിന്നു. കണ്ടോ കാർത്തിക്, നീ എന്നെ വേണ്ടെന്ന് വെച്ചപ്പോൾ നിനക്ക് നിന്റെ ജോലിയും അന്തസ്സും എല്ലാം നഷ്ടമായി. ഇപ്പോഴും സമയമുണ്ട്. നീ അവളെ ഒഴിവാക്കി എൻ്റെ അടുക്കലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഈ കേസ് പിൻവലിക്കാം. മാനേജ്മെൻറ്റിൽ എനിക്കുള്ള സ്വാധീനം നിനക്കറിയാമല്ലോ, മാളവിക അഹങ്കാരത്തോടെ പറഞ്ഞു. കാർത്തിക് പതുക്കെ ചിരിച്ചു. അവളോട് കടുത്ത പുച്ഛമാണ് തോന്നിയത്. മാളവിക, ഇത്രയും തരം താഴുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് എൻ്റെ ജോലി പോയാലും വിരോധമില്ല. പക്ഷേ എൻ്റെ അച്ഛൻ്റെ വാക്കും എൻ്റെ ഭാര്യയുടെ താലിയും വിറ്റ് എനിക്ക് യാതൊരു പദവിയും വേണ്ട. നീ കാണിച്ച ക്രൂരതയുടെ എൻ്റെ മനസ്സിൽ നിന്നുണ്ടായിരുന്ന അവസാനത്തെ ബഹുമാനവും തീർന്നു കിട്ടി. കാർത്തിക് അത്രയും പറഞ്ഞ് ഗീതയുടെ കൈ പിടിച്ച് എല്ലാവരും നോക്കി നിൽക്കെ കോളേജ് പടവുകൾ ഇറങ്ങി നടന്നു. ജോലി നഷ്ടപ്പെട്ടെങ്കിലും കാർത്തിക് തളർന്നില്ല. അവൻ സ്വന്തമായി ഓൺലൈൻ കോച്ചിങ് ക്ലാസ്സും
യൂട്യൂബ് ട്യൂട്ടോറിയൽ ചാനലും ആരംഭിക്കാൻ തീരുമാനിച്ചു. ഗീതയായിരുന്നു അവൻ്റെ ഏറ്റവും വലിയ പിന്തുണ. അവൾ അവന് വേണ്ടിയുള്ള നോട്ടുകൾ തയ്യാറാക്കാനും വീഡിയോകൾ റെക്കോർഡ് ചെയ്യാനും കൂടെ നിന്നു. കാർത്തിക്കിൻ്റെ ലളിതമായ അധ്യാപന ശൈലി കാരണം ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൻ്റെ ഓൺലൈൻ ക്ലാസുകൾ വലിയ വിജയമായി മാറി. കോളേജിൽ കിട്ടിയിരുന്നതിനേക്കാൾ 4 ഇരട്ടി വരുമാനവും വലിയൊരു ആരാധക വൃദ്ധവും അവന് ലഭിച്ചു. മാളവികയാകട്ടെ കോളേജിൽ കാർത്തികനോട് ചെയ്ത ക്രൂരത പുറത്തറിഞ്ഞതോടെ മറ്റ് അധ്യാപകരുടെയും കുട്ടികളുടെയും മുന്നിൽ ഒറ്റപ്പെട്ടുപോയി. ഒടുവിൽ നാണക്കേട് സഹിക്കാൻ വയ്യാതെ അവൾക്ക് ആ കോളേജിൽ നിന്നും രാജിവെക്കേണ്ടി വന്നു. മാസങ്ങൾ കടന്നുപോയി. ഗീതയുടെ ഫൈനൽ പരീക്ഷയിൽ നല്ല മാർക്കോടെ അവൾ പാസ്സായി. റിസൾട്ട് വന്ന ദിവസം വൈകിട്ട് കാർത്തിക് അവൾക്കായി ഒരു വലിയ സർപ്രൈസ് ഒരുക്കിയിരുന്നു. വീടിൻ്റെ ടെറസിൽ ചെറിയ ലൈറ്റുകളൊക്കെ തൂക്കി മനോഹരമായ ഒരു അന്തരീക്ഷം അവൻ ഉണ്ടാക്കിയിരുന്നു. ഗീത അങ്ങോട്ട് കയറി വന്നപ്പോൾ കാർത്തിക് അവളുടെ മുന്നിൽ ചെറിയൊരു ബോക്സ് നീട്ടി. അവളത് തുറന്നു നോക്കി. അതിൽ മനോഹരമായ ഒരു സ്വർണ്ണ മോതിരമുണ്ടായിരുന്നു. അതിൽ ഗീതു എന്ന് കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഗീത, അന്ന് സാഹചര്യങ്ങൾ കാരണമാണ് ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയത്. പക്ഷേ ഇന്ന് എൻ്റെ പൂർണ്ണ മനസ്സോടെ നിന്നെ എൻ്റെ ജീവനായി കണ്ട് ഞാൻ തരുന്നതാണിത്. വിൽ യു ബി മൈൻ ഫോർ എവർ? കാർത്തിക് പ്രണയാർദ്രമായി ചോദിച്ചു. ഗീതയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു തുളുമ്പി. അവളൊന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിലേക്ക് വീണു. കാർത്തിക് ആ മോതിരം അവളുടെ വിരലിൽ അണിയിച്ചു. എന്നിട്ട് അവളുടെ നെറ്റിൽ ആഴത്തിലൊരു ചുംബനം നൽകി. കർക്കശക്കാരനായ ആ മാത്സ് ലെക്ചറെ തൻ്റെ സ്നേഹം കൊണ്ട് ഒരു നല്ല ഭർത്താവായി മാറ്റാൻ ഗീതയ്ക്ക് കഴിഞ്ഞു. അപവാദങ്ങളുടെയും പ്രതിസന്ധികളുടെയും കനൽ വഴികൾ താണ്ടി ഒടുവിൽ ആ പ്രണയം പൂർണ്ണതയിലെത്തി.